A robot with a virus. Pedro Pablo Sacristan. It was a sunny morning. അത് വളരെ സൂര്യൻ ഉദിച്ചു നിന്നിരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രഭാതമായിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. വൈബ്രൻ്റ് എന്ന് പറഞ്ഞാൽ ജീവൻ തുടിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഈ പറയുന്ന സൂര്യൻ്റെ വെളിച്ചമേറ്റ് തെരുവുകളിലൊക്കെ ജീവൻ തുടിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു പ്രഭാതം. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. വാം ഹ്യൂസ് എന്ന് പറഞ്ഞാൽ ചുമപ്പ്, ഓറഞ്ച് ഇതുപോലുള്ള നിറങ്ങളാണ്. അതായത് ഈ സൂര്യൻ്റെ വെളിച്ചമേറ്റ് വീടിൻ്റെ ഹൗസ് ടോപ്സ്, അതായത് വീടിൻ്റെ മേൽക്കൂരയിലൊക്കെ ഇതുപോലെ ചുവപ്പും മഞ്ഞയുള്ള നിറങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കിയേ, സൂര്യൻ്റെ മനോഹരമായ സ്വർണ്ണ നിറത്തിലുള്ള ആ ഒരു സൂര്യൻ്റെ വെളിച്ചം, ആ വെളിച്ചം നമ്മുടെ തെരുവുകളിൽ പതിക്കുന്നു. ആ തെരുവുകൾ എന്ത് ചെയ്യണം, ഈ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് അലങ്കരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ തെരുവുകൾക്ക് തന്നെ ജീവനുള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നും. സൂര്യൻ്റെ വെളിച്ചമേറ്റ് ഈ പറയുന്ന വീടിൻ്റെ മേൽക്കൂരകളിലൊക്കെ എന്താണ്, നമുക്ക് നിറങ്ങൾ കാണാം, ചുവപ്പും മഞ്ഞ അങ്ങനെയുള്ള നിറങ്ങളൊക്കെ കാണാം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രഭാതം. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷ്നിങ്. ക്രിസ്പ് ആൻഡ് റിഫ്രഷ്നിങ് എന്നതുകൊണ്ട് മൊത്തം വെതർ, അത് മൊത്തം കാലാവസ്ഥയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് വേറെ യാതൊരു പ്രശ്നമില്ലാതെ മനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥ, ഒരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. ദ സൺ ബീംസ് പീക്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അപ്പോൾ ഈ പറയുന്ന സൂര്യൻ്റെ വെളിച്ചം ഇപ്പോൾ റിക്കിയുടെ റൂമിലേക്ക് എന്ത് ചെയ്തേക്കാണ്, പതിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ എത്തിയിട്ടുണ്ട്. ക്യാരക്ടറിൻ്റെ പേരാണ് റിക്കി. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവ ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്, അവരിപ്പോഴും കിടന്നുറങ്ങുകയാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയാണ് ആര്, നമ്മുടെ റിക്കി. റിക്കി ലീവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. റിക്കി ജീവിച്ചിരുന്നത് വളരെ മനോഹരമായ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹൗസിലായിരുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ടെക്നോളജികളുമുള്ള ഒരു വീട്. അപ്പം അങ്ങനത്തെ ഒരു വീട്ടിലായിരുന്നു നമ്മുടെ റിക്കി ജീവിച്ചിരുന്നത്. നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് തരാൻ കഴിവുള്ള ഒരു വീട്ടിലായിരുന്നു റിക്കി ജീവിച്ചിരുന്നത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. സ്ലോവൻലി എന്ന് പറഞ്ഞാൽ കെയർലെസ് ഓർ അൺടൈഡി എന്നാണ്. അതായത് ഉത്തരവാദിത്തമൊന്നുമില്ലാത്ത ഒരു സ്വഭാവം. അവൻ ജീവിച്ചിരുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹൗസിലായിരുന്നെങ്കിലും അവൻ്റെ സ്വഭാവം, അവൻ്റെ ഹാബിറ്റ്സ് അതൊന്നും എന്തായിരുന്നില്ല, അത്രയ്ക്ക് ഉത്തരവാദിത്തം ഉള്ളതായിരുന്നില്ല. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ എന്ത് ചെയ്യും, അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ്റെ മുറിയുടെ എല്ലായിടത്തും ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ എറിഞ്ഞിടും. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദി ഹൗസ്. അപ്പോൾ ഇങ്ങനെ റിക്കി വലിച്ചെറിയുന്ന അവൻ്റെ ബിലോങ്ങിങ്സ്, അവൻ്റെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണമായിരുന്നു, അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ വീടിൻ്റെ എല്ലാ മൂലകളിൽ നിന്നും കളക്ട് ചെയ്യണമായിരുന്നു. His mother, who was a manager of a bank, left in the morning for work. She always had work for Ricky. Ricky, keep your school bag in the study room. Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers, and so on. But he was always playing. അവൻ്റെ അമ്മ, റിക്കിയുടെ അമ്മ ഒരു ബാങ്കിലെ മാനേജറായിരുന്നു. അവരെല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യും, ജോലിക്ക് വേണ്ടി പോകും. ജോലിക്ക് പോകുന്നതിന് മുമ്പേ റിക്കിയുടെ അമ്മ റിക്കിക്ക് ഒരുപാട് ജോലികൾ കൊടുത്തിട്ടാണ് പോകുന്നത്. റിക്കി, നിൻ്റെ ബാഗ് സ്റ്റഡി റൂമിൽ കൊണ്ടുവയ്ക്കൂ. റിക്കി, നിൻ്റെ വസ്ത്രങ്ങളെല്ലാം വാഷിംഗ് മെഷീനിൽ കൊണ്ടിടണം. റിക്കി, നിൻ്റെ ടിഫിൻ ബോക്സ് നീ കഴുകി വയ്ക്കണം. റിക്കി, നിൻ്റെ ടീഷർട്ടും ട്രൗസേഴ്സും നീ തേക്കണം. ഇങ്ങനെ പലതും. പക്ഷേ റിക്കി ഇതൊന്നും ചെയ്യുമായിരുന്നില്ല. റിക്കി എപ്പോഴും എന്ത് ചെയ്യും, റിക്കി എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും. റിക്കി ഡിഡൻറ്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദി ഹൗസ്, ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. റിക്കി അവൻ്റെ വീട്ടിൽ എന്ത് ചെയ്തിരുന്നില്ല, അങ്ങനെ ആരെയും സഹായിച്ചിരുന്നൊന്നുമില്ല. പക്ഷേ അവൻ്റെ പാരൻസ് ഒരു പുതിയ ബട്ട്ലർ റോബോട്ടിൻ്റെ മോഡൽ മേടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പാരൻസിനെ പോലെ തന്നെ റിക്കിയും എന്തായി, റിക്കിയും എക്സൈറ്റഡ് ആയി. എന്ന് പറഞ്ഞാൽ റിക്കിയും വളരെയധികം ആവേശത്തിൽ അല്ലെങ്കിൽ ആകാംക്ഷാഭരിതനായി. ഓക്കെ, അതായത് റിക്കിയുടെ പാരൻസ് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, റിക്കിയുടെ പാരൻസ് ഒരു ബട്ട്ലർ റോബോട്ടിനെ മേടിക്കാൻ പോവുകയാണ്. as soon as it arrived, off it went, cooking, cleaning and ironing. നമ്മുടെ ബട്ട്ലർ റോബോട്ട് അങ്ങനെ വീട്ടിലോട്ട് എത്തിയതും അതെന്ത് ചെയ്തു, ബട്ട്ലർ റോബോട്ടിൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയാണ് ബട്ട്ലർ റോബോട്ട് ചെയ്യുന്ന ജോലികൾ? കുക്കിംഗ്, ക്ലീനിങ്, അയണിങ്, ആഹാരം പാകം ചെയ്യുന്നത്, വീട് വൃത്തിയാക്കുന്നത്, വസ്ത്രങ്ങളെല്ലാം തേച്ച് മിനുക്കുന്നത്, ഇതെല്ലാമായിരുന്നു നമ്മുടെ ബട്ട്ലർ റോബോട്ടിൻ്റെ ജോലികൾ. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷേ നമ്മുടെ റോബോട്ട് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് തറയിൽ കിടക്കുന്ന റിക്കിയുടെ തുണികൾ അത് പറക്കിയെടുക്കുന്നതായിരുന്നു. ഓൺ ദ ഫസ്റ്റ് ഡേ വെൻ ഹി വെൻറ്റ് ടു സ്ലീപ്പ്, ഹിസ് ബെഡ്റൂം വാസ് ഇൻ എ ഡിസാസ്ട്രസ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. അങ്ങനെ ആദ്യത്തെ ദിവസം, റോബോട്ട് വന്ന ആദ്യത്തെ ദിവസം റിക്കി ഉറങ്ങാൻ വേണ്ടി പോയപ്പോൾ എന്നത്തെയും പോലെ തന്നെ അവൻ്റെ ബെഡ്റൂം എന്തായിരുന്നു, അവൻ്റെ ബെഡ്റൂം ഒരു ഡിസാസ്ട്രസ് സ്റ്റേറ്റിലായിരുന്നു. അതായത് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക, ഒരു വൃത്തിയില്ല, ഒരു അടുക്കും ചിട്ടയില്ല, അങ്ങനത്തെ ഒരു റൂമായിരുന്നു റിക്കിയുടെ. ഓക്കെ, എന്നത്തെയും പോലെ തന്നെ അങ്ങനത്തെ റൂമായിരുന്നു റിക്കിയുടെ.
ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. പക്ഷെ അടുത്ത ദിവസം അവൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ അവൻ്റെ റൂമിൽ എന്തായിരുന്നു? അവൻ്റെ റൂമിലുള്ള എല്ലാ സാധനങ്ങളും വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. വളരെ വൃത്തിയോടുകൂടിയും വളരെ അടുക്കും ചിട്ടയോടുകൂടിയും ഇരിക്കുകയായിരുന്നു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. മനോഹരം, എൻ്റെ റൂം ഇതെന്താ ഇത്രയും വൃത്തിയോടെയും ഇത്രയും അടുക്കും ചിട്ടയോടുകൂടി ഇരിക്കുന്നത്? ഹി എക്സ്ക്ലെയിംഡ്. അവൻ എന്ത് ചെയ്തു? അവൻ അതിശയിച്ചു. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മുറി കുറച്ചധികം വൃത്തിയായിപ്പോയി. റിക്കി കുഡൻ ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. റിക്കിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? റിക്കിക്ക് അവൻ്റെ ഇഷ്ടപ്പെട്ട ടീഷർട്ടോ അവൻ്റെ ഇഷ്ടപ്പെട്ട ഫുട്ബോളോ എന്ത് ചെയ്യാൻ പറ്റിയില്ല? കണ്ടെത്താൻ പറ്റിയില്ല അവൻ്റെ മുറിക്കകത്ത് നിന്ന്. മാ, വേർ ഈസ് മൈ ടീഷർട്ട്, വേർ ഈസ് മൈ ബോൾ, ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അമ്മ, എൻ്റെ ടീഷർട്ട് എവിടെ, എൻ്റെ ബോൾ എവിടെ? ഇങ്ങനെയെല്ലാം ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവൻ അവൻ്റെ അമ്മയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി. He could not find his things even after he had searched up and down. He asked himself, where could they have gone? അവനവൻ്റെ മുറി മുഴുവൻ തലകീഴായി മറിച്ച് തപ്പി നോക്കിയിട്ടും അവൻ എന്ത് കിട്ടിയില്ല? അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ടോ ഫുട്ബോളോ കിട്ടിയില്ല. അതായത് അവൻ്റെ മുറിയുടെ എല്ലാ സ്ഥലത്തും അവൻ എന്ത് ചെയ്തു? വീണ്ടും സാധനങ്ങളൊക്കെ വലിച്ചു വരിയിട്ട് എല്ലാ മൂലകളും എന്ത് ചെയ്തു? അവൻ നോക്കി. എന്നിട്ടും എന്ത് ചെയ്തില്ല? അവൻ്റെ ടീഷർട്ടോ ഫുട്ബോളോ ഒന്നും കിട്ടിയില്ല. അവനോട് തന്നെ ചോദിച്ചു, അതെല്ലാം എവിടെ പോകാനാണ്? However much he searched during the day, those two items did not reappear. എന്നാലും എന്ത് ചെയ്തു? അവൻ ആ ദിവസം മുഴുവൻ അവൻ്റെ മുറി തപ്പി നോക്കി. എന്നിട്ട് എന്ത് ചെയ്തില്ല? കാണാതായ രണ്ട് സാധനങ്ങളും തിരിച്ചു വന്നില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. പിന്നീട് റിക്കി നോക്കിയപ്പോൾ അവന് മനസ്സിലായി എന്തോന്ന്, അവൻ്റെ മറ്റ് സാധനങ്ങളും ഇതുപോലെ കാണാതാകാൻ തുടങ്ങിയിരിക്കുന്നു. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അപ്പോൾ റിക്കി എന്ത് ചെയ്തു? ഇപ്പം അവൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാതാവുന്നത് കൊണ്ട് നമ്മുടെ റോബോട്ടിന് നേർക്ക് സംശയത്തോടെ എന്ത് ചെയ്തു? നമ്മുടെ റിക്കി നോക്കി. സസ്പീഷ്യസ് ഐ എന്ന് പറഞ്ഞാൽ ഒരാളെ സംശയത്തോടു കൂടി നോക്കുക എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, അപ്പോൾ റിക്കി ഇപ്പോൾ ആരെ സംശയിക്കാൻ തുടങ്ങി? നമ്മുടെ ബട്ട്ലർ റോബോട്ടിനെ സംശയിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്, ഹി തോട്ട്. എനിക്ക് തോന്നുന്നത് ഈ സാധനങ്ങളൊക്കെ കാണാതെ പോകുന്നത് ഇവൻ കാരണമാണ്, ഇത് ഇവൻ ചെയ്യുന്ന പണിയാണ് എന്ന് ആർക്ക് തോന്നി? നമ്മുടെ റിക്കിക്ക് തോന്നി. He hatched a plan to spy on the robot and began following it around the house. Hatched a plan എന്ന് പറഞ്ഞാൽ മെയ്ഡ് എ പ്ലാൻ, അതായത് ഒരു പദ്ധതി ഉണ്ടാക്കുക. നമ്മുടെ റിക്കി എന്ത് ചെയ്തു? റോബോട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അവനൊരു പദ്ധതി ഉണ്ടാക്കി. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? റോബോട്ടിനെ വീടിനകത്ത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതായത് റോബോട്ട് എവിടെ പോകുന്നോ റിക്കി എന്ത് ചെയ്യും? റോബോട്ടിൻ്റെ പുറകെ റോബോട്ട് കാണാതെ ഇങ്ങനെ പോവും. Finally, he caught it red-handed while it was picking up one of his clothes. Red-handed എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യുന്നതോടെ പിടിക്കുക, അതായത് കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് പിടിക്കുക. അതാണ് നമ്മൾ റെഡ് ഹാൻഡഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്കി എന്ത് ചെയ്തു? അവസാനം നമ്മുടെ റോബോട്ടിനെ കൈയോടെ പിടിച്ചു. റോബോട്ട് കുറ്റം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിടിച്ചു. എന്താണ് റോബോട്ട് ചെയ്തത്? റോബോട്ട് റിക്കിയുടെ ക്ലോത്ത്സിൽ, റിക്കിയുടെ തുണിത്തരങ്ങളിലെ ഒന്നിങ്ങനെ എടുക്കുമായിരുന്നു. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റിക്കി എന്ത് ചെയ്തു? റോബോട്ടിൻ്റെ പിറകെ പോയി. ഒരു ശബ്ദം ഉണ്ടാക്കാതെ റോബോട്ടിൻ്റെ പിറകെ ഇങ്ങനെ പോയി. അതെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. ടു ഹിസ് സർപ്രൈസ് ഹീ സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. പക്ഷേ റിക്കി ഇങ്ങനെ റോബോട്ടിൻ്റെ പിറകെ സഞ്ചരിച്ച് പോയപ്പോൾ റിക്കിക്ക് അത്ഭുതമായി. ഓക്കെ, എന്ത് കണ്ടിട്ടാണ് റിക്കിക്ക് അത്ഭുതമായതെന്ന് ചോദിച്ചാൽ, റിക്കി നോക്കിയപ്പോൾ റോബോട്ട് എന്ത് ചെയ്യാണ്? റോബോട്ട് റിക്കിയുടെ ടീഷർട്ടിനെ നന്നായി മടക്കി സ്റ്റോർ റൂമിലുള്ള കുറേ തുണികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ വയ്ക്കുകയാണ്. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. ഇത് കണ്ടതും റിക്കി എന്ത് ചെയ്തു? നേരെ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി, ഹി ഹാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. അച്ഛാ, ഈ ബട്ട്ലർ റോബോട്ട് എന്താണ്? ഈ ബട്ട്ലർ റോബോട്ട് ചീത്തയാണ്, അല്ലെങ്കിൽ ഈ ബട്ട്ലർ റോബോട്ടിന് എന്തോ പ്രശ്നമുണ്ട്. ഹി ഹാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. ഇവൻ എന്ത് ചെയ്തു? ഇവൻ എൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചു. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നത് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയവരവനെ വളരെ മോശമായിട്ടാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നതെന്നാണ്. പ്രോഗ്രാംഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോബോട്ട് ചെയ്യുന്നതും ചെയ്യേണ്ടതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ മുൻകൂട്ടി റോബോട്ടിൻ്റെ അകത്ത് ഫീഡ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, റോബോട്ടിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കും. അതിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ റിക്കി പറയണം എന്തോന്ന്? റോബോട്ടിനെ മോശമായിട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണെന്നാണ് തോന്നുന്നതെന്ന്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്, ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. ഇത് കേട്ടതും റിക്കിയുടെ അച്ഛൻ എന്ത് ചെയ്തു? റിക്കിയുടെ അച്ഛൻ ഇങ്ങനെ തലയാട്ടി. അല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? തലയാട്ടി.
അവൻ്റെ അച്ഛൻ ആരായിരുന്നു? അവൻ്റെ അച്ഛൻ റോബോട്ടിക്സിലെ ഒരു എക്സ്പേർട്ടായിരുന്നു, ഒരു വിദഗ്ധനായിരുന്നു. റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ റോബോട്ടുകളെ പറ്റി പഠിക്കുന്ന, റോബോട്ടുകളെ ഉണ്ടാക്കുന്ന ശാസ്ത്ര മേഖലയാണ് റോബോട്ടിക്സ്. ഓക്കെ, ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. റിക്കിയുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ബട്ട്ലർ റോബോട്ട് വന്നപ്പോൾ റിക്കിയുടെ അച്ഛന് ഒരുപാട് സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷേ റിക്കി എന്താണ്? റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. അവനിങ്ങനെ വാശി പിടിക്കുകയാണ്. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഈ റോബോട്ടിനെ ഇവിടെ നിന്ന് എടുത്ത് കളയണം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. റിക്കിയും അവൻ്റെ അച്ഛനും തമ്മിൽ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ വളരെ വൈകാരികമായി എന്ത് ചെയ്യണം, ഇങ്ങനെ തർക്കിക്കുന്നു. അങ്ങനെ ഒരു തർക്കം അവരുടെ ഇടയിൽ എന്ത് ചെയ്തു ഉണ്ടായി. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അപ്പോൾ നമ്മുടെ റിക്കിയുടെ അച്ഛൻ ഈ ആർഗ്യുമെൻറ്റിൽ പറയുകയാണ് എന്തോന്ന്, റോബോട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുവാണ്. അത് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നോക്കുക, അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നോക്കൂ. റിക്കി, ഐ ഡു നോട്ട് തിങ്ക് സോ, ഹീ ഈസ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇവൻ ഉപകാരത്തിനേക്കാളും കൂടുതൽ ഉപദ്രവമാണ് നമുക്ക് തരുന്നത് എന്ന് റിക്കി പറയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് അച്ഛൻ എന്ത് പറയുന്നു? യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ പറയുന്നത് തെറ്റാണ് റിക്കി, നിനക്കറിയില്ല ഒരു റോബോട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ റിക്കി, ഐ കാൺട്ട് എഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് നിങ്ങളോട് യോജിക്കാൻ കഴിയില്ല. നന്നായി പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ ഒരു റോബോട്ട് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായി മാറും എന്നെന്ത് ചെയ്യാണ് റിക്കി അച്ഛനൊരു താക്കീത് കൊടുക്കുകയാണ്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ് ദാറ്റ് ഔട്ട്വെയ്റ്റഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹീ ഡിഡ്. ഇങ്ങനെ റിക്കി എന്ത് ചെയ്യാൻ തുടങ്ങി? റിക്കി ഒരു സംഭവത്തിന് ശേഷവും റിക്കിയുടെ പാരൻസിൻ്റെ അടുത്ത് റോബോട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുകയാണ് എന്നുള്ളതിനെ പറ്റി കംപ്ലൈൻറ്റുകൾ പറയാൻ തുടങ്ങി. അപ്പോൾ റിക്കി ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറയുന്നത് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, റോബോട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താലും റിക്കിയുടെ കംപ്ലൈൻറ്റ് കാരണം എന്ത് ചെയ്യും, അതിനൊരു വിലയില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെയായിരുന്നു റിക്കിയുടെ വീട്ടിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. വൺ ഡേ ദ റോബോട്ട് ഹു വാസ് വെറിങ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലൈൻറ്റ്സ്. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ റോബോട്ട് റിക്കിയുടെ വീട്ടിലൂടെ ഇങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ പയ്യെ പോയപ്പോൾ, വിറിങ് എന്ന് പറഞ്ഞാൽ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പയ്യെ പോകുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ പയ്യെ പോയപ്പോൾ നമ്മുടെ റിക്കി പറയുന്ന കംപ്ലയിൻറ്റ്സ് എന്ത് ചെയ്തു, നമ്മുടെ റോബോട്ട് കേൾക്കാനിടയായി. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കി ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. ഈ കംപ്ലയിൻറ്റ് കേട്ടതും റോബോട്ട് എന്ത് ചെയ്തു, റോബോട്ട് റിക്കിയുടെ ഒരു പെയർ ഷൂസും പിന്നെ അവൻ്റെ കുറച്ച് തുണികളുമായിട്ട് എന്ത് ചെയ്തു, തിരിച്ചു വന്നു. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ റോബോട്ട് ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. മെറ്റാലിക് വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബോട്ടിൻ്റെ വോയിസ് ആണ്, അല്ലെങ്കിൽ റോബോട്ടിൻ്റെ ആ ഒരു ശബ്ദത്തിനാണ് നമ്മൾ മെറ്റാലിക് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റാലിക് വോയിസിൽ നമ്മുടെ റോബോട്ട് റിക്കിയോട് പറഞ്ഞു, ഇതാ സാർ, ഇതാ നിങ്ങളുടെ വസ്ത്രങ്ങളും ഷൂസും, എനിക്കറിയില്ലായിരുന്നു ഇത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുവെന്ന്. ബോദറിങ് എന്ന് പറഞ്ഞാൽ അലോസരപ്പെടുത്തുക എന്നാണ്. ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ തോന്നി? എടാ കള്ള. നമ്മുടെ റോബോട്ടിനെ എന്ത് ചെയ്യാണ്, റിക്കി കള്ള എന്ന് വിളിക്കുകയാണ്. എടാ കള്ള, നിനക്കതെങ്ങനെ ചിന്തിക്കാൻ തോന്നി? നീ എൻ്റെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആഴ്ചകളായിട്ട് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് എന്ത് ചെയ്തു, റിക്കി തിരിച്ച് മറുപടി പറഞ്ഞു. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ, ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഇതിന് റോബോട്ട് കൊടുക്കുന്ന മറുപടിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ സാധനങ്ങൾ തറയിൽ ചിതറിക്കിടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. എനിക്ക് തോന്നി എന്തോ നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന്. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. രാത്രിയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ലോകത്ത് ഇത് ഉപയോഗിക്കാനുള്ള മറ്റ് മനുഷ്യരുള്ള സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ സാധനങ്ങളെ കയറ്റി അയക്കും. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മിഷൻ. ഞാൻ എന്താണ്, ഞാനൊരു മാക്സിമം എഫിഷ്യൻസി മിഷനാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ പോലും അതിൻ്റെ ആവശ്യം കണ്ടെത്തി അതിനെ പരമാവധി ഉപയോഗിക്കുക, അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു മിഷനാണ് ഞാൻ. വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ്, ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. നിങ്ങൾക്കിതിനെപ്പറ്റി അറിവില്ലായിരുന്നു എന്ന് എന്ത് ചെയ്യാണ്, നമ്മുടെ റോബോട്ട് തിരിച്ച് മറുപടി കൊടുക്കുകയാണ്. വിത്ത് എ സർട്ടൻ പ്രൈഡ്, ഒരല്പം സ്വാഭാഭിമാനത്തോടു കൂടി. അതായത് റോബോട്ട് കൊടുത്ത മറുപടിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, റോബോട്ട് വിചാരിച്ചത് എന്താ, റിക്കിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു ഇതെല്ലാം എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ റോബോട്ട് എന്ത് ചെയ്തത്, അതിനെ ശേഖരിച്ചത്. എന്നിട്ട് റോബോട്ട് എന്ത് ചെയ്തു,
ഈ ഭൂമിയിൽ ആ സാധനങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് അത് കയറ്റി അയച്ചു. അപ്പോൾ റോബോട്ട് ഒരു മിസ്പ്രോഗ്രാംഡ് ആയിട്ടുള്ള റോബോട്ടല്ല, മറിച്ച് ഒരു മാക്സിമം എഫിഷ്യൻസി മിഷനാണ് എന്ന് നമുക്ക് ഇതോടുകൂടി മനസ്സിലാക്കാം. റിക്കി വാസ് അഷെയിംഡ്. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വെയർ യൂസ്ലെസ്. റിക്കിക്ക് ഇത് കേട്ടപ്പോൾ എന്തായി? റിക്കിക്ക് തന്നോട് തന്നെ ഒരു നാണക്കേട് തോന്നി. അവനവൻ്റെ ജീവിതം മുഴുവനും എല്ലാ സാധനങ്ങളെയും യൂസ്ലെസ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതായത് ഒരു ഉപകാരവുമില്ലാത്ത വസ്തുക്കളായിട്ടാണ് അവൻ എല്ലാ സാധനങ്ങളെയും എന്ത് ചെയ്തിരുന്നത്? അവൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ അവൻ ഉപയോഗിച്ചിരുന്നത്. ഹി കെയർഡ് ഫോർ നത്തിങ്. അവൻ ഒന്നിനെയും എന്ത് ചെയ്തിരുന്നില്ല? ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ സൂക്ഷിച്ചിരുന്നില്ല. Yet there were many people in the world who would have been delighted to have Ricky's things. എന്നാലും ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു റിക്കിയുടെ സാധനങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, അതായത് റിക്കിയുടെ ടീഷർട്ടും അവൻ്റെ ഫുട്ബോളും അങ്ങനെയുള്ള പല സാധനങ്ങളും കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിക്കാമായിരുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ടായിരുന്നു. അൺലൈക്ക് ടു ഹിം, ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. അവനെപ്പോലെയല്ല, ആ ആളുകളുടെ കയ്യിൽ ഈ സാധനങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഇതിനെ വളരെ നന്നായിട്ട് എന്ത് ചെയ്തേനെ? സൂക്ഷിച്ചേനെ. He realized that the robot was neither broken nor misprogrammed. അവന് മനസ്സിലായി ഈ റോബോട്ട് എന്തല്ല, ഈ റോബോട്ട് ബ്രോക്കൺ, അതായത് നശിച്ചതും അല്ല, ഇത് മിസ്പ്രോഗ്രാംഡും അല്ല. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. മറിച്ച് ഈ റോബോട്ടിനെ എന്താണ്? ഈ റോബോട്ടിനെ വളരെ മനോഹരമായി, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് എന്ത് ചെയ്യാണ്? പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം എന്ത് ചെയ്തു? നമ്മുടെ റിക്കിക്ക് മനസ്സിലായി. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അന്ന് മുതൽ റിക്കി തീരുമാനിച്ചു എന്താകാൻ? ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആവാൻ. ഹീ പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ എന്ത് ചെയ്തു? അവനവൻ്റെ സാധനങ്ങൾ, അവനവൻ്റെ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലൊക്കെ ഒരുപാട് കെയർ കൊടുത്തു. അതായത് ഒരുപാട് സൂക്ഷ്മതയോടെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവനവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങി. ഹീ കെപ്റ്റ് ദം ടൈഡി ആൻഡ് മേക്ക് ഷുവർ ഹീ ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അവൻ വളരെ അടുക്കും ചിട്ടയോടും കൂടി എന്ത് ചെയ്തു? അവനവൻ്റെ വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു. എന്നിട്ട് അവൻ ആവശ്യമില്ലാത്തതിൽ കൂടുതൽ ഒന്നുമില്ല എന്ന് എന്ത് ചെയ്തു? അവൻ ഉറപ്പുവരുത്തി. ആൻഡ് ഹീ ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് റോബോട്ട്സ് ബുക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് റോബോട്ടിൻ്റെ സ്വഭാവത്തിൽ നിന്നും അവൻ എന്ത് ചെയ്തു? അവൻ ഒരു സ്വഭാവം അഡാപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവനൊരു സ്വഭാവം പഠിച്ചെടുത്തു. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹീ ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. എന്തായിരുന്നു അവൻ റോബോട്ടിൻ്റെ സ്വഭാവത്തിൽ നിന്നും പഠിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ, അവൻ അവൻ്റെ പോക്കറ്റ് മണി ഉപയോഗിച്ച് ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് ആളുകളെ സഹായിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന കഥയെപ്പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? റിക്കി, പിന്നെ റോബോട്ട്. ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. പിന്നീട് വരുന്നത് റിക്കിയുടെ അച്ഛനും റിക്കിയുടെ അമ്മയും. റിക്കിയും റോബോട്ടും തമ്മിലുള്ള ബന്ധം, റിക്കിയും റോബോട്ടും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വളരുന്നു, റിക്കി റോബോട്ടിൽ നിന്നും എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ആശയം. ഓക്കെ.